ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്ക്കുന്നത് ഇതുപോലത്തെ ഒരു ചുരിദാറാണ്. ഇതേ തുണിയിൽ പപ്പു കൈ വെച്ച ഒരു ചുരിദാറാണ് ഞാൻ ഇന്ന് തയ്ക്കണത്. 2.5 മീറ്ററിൽ തുണിയെടുത്ത് തയ്ക്കണതാണ്. കയ്യിൽ ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. 2 മീറ്റർ ടോപ്പിൻ്റെ തുണി 1/2 മീറ്റർ അതിൽ നിന്ന് തയ്ക്കുവാണ്. അതാണ് ഇന്ന് കട്ട് ചെയ്യണതും തയ്ക്കുന്നതും. കട്ടിങ്ങിലേക്ക് പോകാം. ഇനി അളവെടുക്കാം. ഇനി നമുക്ക് അളവെടുക്കാം. നമ്മൾ 4 മടക്കിയിടും. ഇതിനെ ആദ്യം ഒന്ന് മടക്കി, പിന്നെ അടുത്ത് രണ്ടാമത് ഒന്നുകൂടെ മടക്കിയിട്ടാണ്. ഇത് ഒരു 2 മീറ്റർ തുണിയാണ് ഞാൻ ഈ മടക്കി ഇട്ടേക്കുന്നത്. ഇത് 2 മീറ്റർ തുണിയാണ്. ഫുൾ ഇറക്കം ഞാൻ എടുക്കുകയാണ്. ഓരോരുത്തരും ചുരിദാറിൻ്റെ ഇറക്കം ഓരോരോ ആവശ്യത്തിന് എടുക്കണം. ഇത് ഞാൻ 2 മീറ്റർ എടുത്തതിൽ 2.5 മീറ്റർ വാങ്ങി 2 മീറ്ററാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 1/2 മീറ്റർ ഞാൻ കൈക്ക് മാറ്റി. ഇനി അതെങ്ങനെയാണ് അളവെടുക്കണേന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ ജോയിൻ്റുള്ള ഭാഗമാണ്. ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടെങ്കിൽ ഇവിടെ 4 തുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് കഴുത്തകല എടുക്കാം. കഴുത്തകല 2.5 ഇഞ്ച് കഴുത്തകലമാണ് എടുക്കുന്നത്. ഇതിപ്പം ചുരിദാർ ഒരു 40 സൈസ് ചുരിദാറാണ് എടുക്കുന്നത്. 40 സൈസ് ചുരിദാറിന് 40 ഇഞ്ച് വണ്ണം 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂടെ ചേർക്കും. 40ൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് എടുക്കുമ്പം 44 ആവും. 44ൻ്റെ 4/1. ഈ 4ആയിട്ടാണ് നമ്മൾ തുണി കിടക്കുന്നത്. ഇത് നമ്മൾ ഇഞ്ച് വണ്ണം കറക്റ്റ് ബോഡി വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂടെ ഇട്ട് അതിൻ്റെ 4/1 എടുക്കുന്നത്. അപ്പോൾ 40ൻ്റെ ഒരു 4 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 44. 44ൻ്റെ 4/1 11 ഇഞ്ച്. 11 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ നമ്മളിട്ട് വന്നു. തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടെ ചേർത്ത്. അപ്പം 11 12 ഇഞ്ച് നെഞ്ച് വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. 12 ഇഞ്ച് വണ്ണം. 40 സൈസുള്ളവർക്കാണ് ഓരോരുത്തരെ അളവ് നോക്കി കറക്റ്റ് ഇട്ടോണം. ഇറക്കം എത്രയാണെന്നുള്ളത് അത്ര ഫുള്ളായിട്ട് ഇട്ടോണം. ഇപ്പം 2 മീറ്ററിൽ ഞാനിപ്പോൾ 40 ആ ഫുള്ളിറക്കം അങ്ങ് ഇട്ടേക്കാണ്. പിന്നെ ഇതിൽ വേണ്ട നമ്മളിപ്പോൾ കഴുത്തകല 2.5 ഇഞ്ച്, ഷോൾഡർ 5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച് ഷോൾഡറാണ്. 5 ഇഞ്ച് ഷോൾഡർ, 2.5 ഇഞ്ച് കഴുത്തകല. കൈക്കുഴി 7 ഇഞ്ചാണ്. 7 ഇഞ്ച് കൈക്കുഴി. 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വരെ വരച്ച് വയ്ക്കണം. ഈ കോണ് ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളവർക്ക് 1.5 ഇഞ്ച് കോണിൽ നിന്ന് ഇങ്ങനെ ചതുരത്തിന് വരച്ചിട്ട് 1.5 ഇഞ്ച് കോണിൽ നിന്ന് ഇതിങ്ങനെ കോണായിട്ട് ഇങ്ങനെ വരച്ച് എടുക്കണം. കൈക്കൂടി കഴുത്തിറക്കാം ഇപ്പം 6 ഇഞ്ച് കഴുത്തിറക്കമാണ് എടുത്തേക്കുന്നത്. ഞാൻ ഫ്രണ്ടും ബാക്കും 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ റൗണ്ട് കഴുത്താണ് വരച്ചേക്കുന്നത്. 12 ഇഞ്ച് നെഞ്ച് വണ്ണം ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് 7 ഇഞ്ച് കൈക്കുഴി കഴിഞ്ഞിട്ട് ഒരു 14 ഇഞ്ചൊക്കെ 14ൻ്റെ കണക്ക് വരുമ്പോഴത്തേക്ക് 14, 12 ആ കണക്കിന് വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് ഷേപ്പ് വേണം. അപ്പോഴും നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്ന് ഇങ്ങനെ 1.5 ഇട്ട് ഇങ്ങനെ ചരിച്ച് ഒരു
സ്ലിറ്റ് എടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അളവാണ് സ്ലിറ്റ്. നമ്മൾ 20 എടുക്കുന്നത് കാണും, 19 കാണും, അങ്ങനെ ഒരു അളവ്. അപ്പം ഞാനിത് 20 സ്ലിറ്റ് ഞാനിവിടെ എടുക്കണം. ആ 20 വരെ ഇതിങ്ങനെ 1.5 ഇങ്ങനെ മാർക്ക് ചെയ്ത് ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണം. എന്താണ് ഷേപ്പ്. എന്നിട്ട് സ്ലിറ്റ് എടുത്താണ് തയ്ക്കണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ സ്ലിറ്റിന് തയ്ക്കും. ഇതിപ്പം ഓപ്പൺ ഇല്ലാതെ, സൈഡ് ഓപ്പൺ ഇല്ലാതെയാണ് തയ്ക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വരച്ച് താഴോട്ടങ്ങ് കയറണം. സൈഡ് ചേർത്ത് തയ്ക്കുന്ന ചുരിദാറാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൈ നമുക്ക് ഇവിടെ നിന്നാണ് വെട്ടിയെടുക്കേണ്ടത്. ഇപ്പം കൈ ഞാനിത് ഈ കൈയല്ല വെട്ടണത്. കൈ വെട്ടണത് ഇതിപ്പം എന്താ ഇങ്ങനത്തെ കൈയാണ്. കൈ എലാസ്റ്റിക് ഇട്ട് തയ്ക്കുന്നത്. മുകളിലും കൂടെ ചുരുക്കിട്ട് പഫ് കൈയാണ് തയ്ക്കുന്നത്. അതാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടത് നമുക്ക് 13 ഇഞ്ച്. ഞാൻ 13 ഇഞ്ച് വണ്ണമാണ് എടുത്തേക്കുന്നത്. 13 2 മടക്കി ഇട്ടിട്ട് 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇത് ഇറക്കം 8.5 ഇഞ്ച് ഇറക്കമാണ് ഇട്ടേക്കുന്നത്. നമുക്കിതിൽ ഒരു എങ്ങനെയാണ് ഷേപ്പ് ചെയ്യണേന്ന് നോക്കാം. ഈ 8.5-ൽ താഴ്ന്നൊരു 3.5 ഇഞ്ച് താത്തി വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ശകലം ഇങ്ങനെ എടുക്കുക. ഇത്രയും തന്നെ. ഇത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഞുറിഞ്ഞ് വരേണ്ടത്. അടിഭാഗത്ത് ഇലാസ്റ്റിക്. അടിഭാഗം ഷേപ്പൊന്നും വരയ്ക്കേണ്ട. അടിഭാഗത്ത് നമുക്ക് ഫുള്ള് വേണം. ഇലാസ്റ്റിക് ഇടാനായിട്ടാണ്. ഇതാണ്. ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ കട്ടിങ്. കൈ കട്ടി കൈപ്പൊരി സൈഡ് കട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയിലത് ഫ്രണ്ട് മാത്രം ഷേപ്പിന് ശകലം കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതിന് പീസെടുത്ത് കഴുത്ത് കൈ ഇലാസ്റ്റിക് വെക്കണം. ഇതിപ്പോൾ തുണ്ടുണ്ട്. ഫ്രണ്ട് ഫ്രണ്ടിൽ കഴുത്ത് പീസിട്ട് തയ്ക്കും. നമുക്ക് ആദ്യം കയ്യിൽ ഇലാസ്റ്റിക് വയ്ക്കാം. ഇങ്ങനെ എടുത്ത് മറ്റൊരു 1 ഇഞ്ചിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ഇട്ടേക്കണം. താഴെന്ന് 1 ഇഞ്ചിന് വേണ്ടി മുകളിലോട്ട് വെച്ച് ഇലാസ്റ്റിക്കിൻ്റെ പുറത്ത് ഒന്ന് തച്ചിട്ട് ഇലാസ്റ്റിക് ഇളുത്ത് പിടിച്ചോളണം. നല്ല മാക്സിമം എത്രത്തോളം വെച്ച് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ ഇളുത്ത് പിടിക്കണം. ഇളുത്ത് പിടിച്ചാലേ നല്ല ചുരുങ്ങി വരുമോ. എന്നിട്ട് വീണ്ടും ഇളുത്ത് പിടിച്ച് നിർത്തി തയ്ക്കുക. നല്ല വലിയ വന്നാലേ തുണി നല്ല ചുരുങ്ങി കിട്ടുള്ളൂ നമുക്ക്. ചുറ്റ് വയ്ക്കാനായിട്ട് തുണി നമുക്ക് സാധാ കൈകാളും 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ കൂടുതൽ ഇട്ട് വെട്ടണം. ഇതിൽ നമുക്ക് തുണി ഇതുപോലെ
കപ്പ് കൈ വയ്ക്കാൻ പറ്റുള്ളൂ. ഇലാസ്റ്റിക് ഇല്ലാത്ത ചുരുക്കിട്ടായാലും ഇത്രയും വേണം. തുണി ഇട്ടാൽ ഉടഞ്ഞെടുക്കും. നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ് കൈയിൽ വെച്ച് തയ്ക്കുമ്പം ഉടുപ്പിൽ മോഡൽ വെച്ച് കൊടുക്കുമ്പോൾ ചുരുക്കെടുക്കണം കാണിക്കാം. ഇനി നമുക്ക് ഇതിൽ കഴുത്തിൽ തുണി വെച്ചെടുക്കണം. രണ്ടും ബാക്കും കഴുത്ത് ഒന്നുപോലെയാണ് ഇട്ടേക്കുന്നത്. രണ്ട് കഴുത്തും ഒന്നുപോലെ വെച്ച് തയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ക്രോസ് അല്ല ഞാൻ വെട്ടിയിട്ടിങ്ങനെ. ഇതിൽ തുണി ഉള്ളത് കൊണ്ട് അതുപോലെ 2 പീസിൽ കഴുത്ത് വെട്ടിയാണ് തയ്ക്കണം. അപ്പം തയ്ച്ച് നമുക്ക് മനസ്സിലായി. രണ്ട് പീസും കൂടെ ഒപ്പം വെച്ചാണ് രണ്ടിൻ്റെ തുമ്പൊപ്പം വെച്ച് റൗണ്ടിന് ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ച് തയ്ക്കണം. കഴുത്ത് ഫ്രണ്ടും ബാക്കും തുണിയിട്ട് തയ്ച്ച് വെച്ചേക്കുകയാണ്. ഇനി നമുക്കത് പതിച്ച് തയ്ക്കാം. കഴുത്ത് തയ്ക്കുന്നതിന് മുമ്പ് പതിച്ച് വയ്ക്കുന്നതിന് മുമ്പ് ഈ റൗണ്ട് കഴുത്തായതുകൊണ്ട് മക്കളുടെ ഓരോ വെട്ടിയിട്ട് വേണം പതിച്ച് തയ്ക്കാൻ. പൊളയാകും അത് മടിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ മറിച്ചിടണം. മറിച്ചിട്ട് ഇങ്ങനെ പതിച്ച് തയ്ക്കണം. മറിച്ചിട്ട് പതിച്ച് തയ്ക്കണം. പതിച്ച് വയ്ക്കുന്നത് എപ്പോഴും ഈ നമ്മളെ അകത്തിട്ടിങ്ങനെ കുരുവിൽ വയ്ക്കാവുന്നത്. ഈ 2 കഴുത്തും തയ്ച്ച് ഇനി നമുക്ക് ഷോൾഡർ തയ്ക്കാം. രണ്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഷോൾഡർ ചേർത്ത് തയ്ക്കാം. ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ് ഇത്. തുണി കട്ടിയുള്ള തുണിയാണ്. നല്ല തനി കോട്ടൺ തുണി ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കണം. ലെഫ്റ്റും ബാക്കും കൂടെ കുറച്ച് ഷോൾഡർ വെച്ചടിക്കുന്നതാണ്. 2 തയ്യൽ തയ്ച്ചോണം. 2 സൈഡിന്
ഇതുപോലെ ബോർഡർ വെച്ചെടുക്കണം. ഇനി നമുക്ക് കൈ വെച്ച് തയ്ക്കാം. മുറി എടുക്കണത് കൊണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് എടുക്കണില്ല, ഈ സൈഡിൽ നിന്നേ അടിച്ച് പോവാം. അപ്പോൾ നടുക്ക് വരുമ്പം ഉള്ള മൊത്തം നടുക്ക് മുറി നോക്കിയെടുക്കാം. സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി. നടുക്കെത്തി മുറി എടുത്ത് തുടങ്ങാം. കൈക്ക് തുണി നടുക്ക് ഷോൾഡറിൻ്റെ അടുത്ത് എത്തണം, അവിടെ നിർത്തണം. പിന്നെ ബാക്കി മിക്സ് ഇപ്പുറത്തോട്ട് കിടക്കണം, വീണ്ടും അവിടെ വീണ്ടും എടുത്ത് തുടങ്ങണം. നോക്കണം ഈ കൈ ഇത് രണ്ടും ഒപ്പം കറക്റ്റാണോ നമ്മൾ കറക്റ്റാക്കി എടുക്കണം. നോട്ട് തയ്ക്കണം, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ മൊത്തം തയ്ച്ച് രണ്ട് സൈഡും തയ്ച്ചെടുക്കണം. രണ്ട് കൈ സൈഡ് ഇനി കൈ രണ്ടും വെച്ച് കഴിഞ്ഞ് നമുക്ക് സൈഡ് തയ്ക്കാം. രണ്ട് സൈഡും തയ്ച്ച് ഉളുമ്പ് അടിക്കുമ്പോൾ നമ്മൾ ചുരിദാർ ഓക്കെ ആയി. ഇത് സ്ലിറ്റ് വേണ്ടാത്ത ചുരിദാറാണ്, സൈഡ് ഓപ്പൺ ഇല്ല. ഇനി നാളെ നമുക്ക് ഇതിൻ്റെ തന്നെ പുള്ളി തുണിയിൽ ഒരു പാൻറ്റും കൂടെ ഉണ്ട് തയ്ക്കാൻ. നാളെ കാണിക്കും. രണ്ടും ഒരേ ചുരിദാറും പാൻറ്റുമാണ്. ഈ രണ്ട് സൈഡ് ഫുള്ള് അടിച്ചെടുക്കണം. ഫുള്ള് അടിച്ചിട്ട് ഉളുമ്പും തയ്ക്കണം. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡ് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് ഉളുമ്പ് തയ്ക്കാം. ഉളുമ്പും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ റെഡി. ഉളുമ്പ് തയ്ച്ചെടുക്കാം. ഉളുമ്പും കൂടെ തയ്ച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും ഇടണം. എല്ലാം എന്നെ അറിയിക്കുന്നു. തയ്ച്ചിട്ടിട്ട് മറിച്ചിട്ട് കാണിച്ചു തരും. അങ്ങനെ നമ്മളെ ചുരിദാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചുരിദാർ.